എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ജൂൺ 2 കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന ഒരു ദിവസമാണിത്. 2 മാസത്തെ അവധിയൊക്കെ ആഘോഷിച്ചതിന് ശേഷം. അപ്പോൾ ഈ ഒരു ജൂൺ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു എല്ലാ വർഷങ്ങളിലും ഈ ഒരു സമയം ഞാൻ എപ്പോഴും ഇങ്ങനെ പഴയ എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ എപ്പോഴും ഒരു സിംഗിൾ മദർ പോലെയാണ്. കാരണം പപ്പ ഒരിക്കലും നാട്ടിലുണ്ടാകുകയില്ല. ഈ സമയത്ത് അഥവാ നാട്ടിലുണ്ടെങ്കിലും സ്കൂളിലേക്ക് വരയില്ല. ഞാൻ തന്നെ പോകുന്ന ആ ഒരു ഇതിൽ ഞാൻ എന്നോട് തന്നെ പോയിക്കോന്ന് പറയും. പുള്ളി വരാറില്ല. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും ഒറ്റക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പാണ് സത്യത്തിൽ. എപ്പോഴും സ്കൂളിൽ ഒറ്റക്ക് തന്നെ എല്ലാവരും ഒക്കെ ഭാര്യയും ഭർത്താവും കൂടിയൊക്കെയാണ് സാധാരണ വന്ന് മീറ്റിങ്ങിലൊക്കെ ഇരിക്കണം. ഇപ്പം ഞാൻ ഒറ്റക്ക് എനിക്ക് ഭയങ്കര ഒരു വിഷമമൊക്കെ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും സ്കൂളിൻ്റെയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു കുട്ടികളുടെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് കാര്യത്തിനും ഞാൻ തന്നെയാണ് എല്ലാ കാര്യത്തിനും പോകുന്നതും വരുന്നതും. സ്കൂൾ യൂണിഫോം തയ്ക്കാൻ കൊടുക്കുന്നത്, തയ്ച്ച് മേടിക്കണത്, ബുക്സ് മേടിക്കാനൊക്കെ ഞങ്ങൾക്ക് നേരത്തെയൊക്കെ സ്കൂളിലല്ല, എറണാകുളത്തൊരു ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് മേടിക്കേണ്ടിയിരുന്നത്. കാരണം അന്ന് നമ്മുടെ ഡെൽറ്റ സ്കൂൾ NCERT സിലബസ് ആയിരുന്നു. അപ്പോൾ ആ ബുക്കുകളെല്ലാം അവിടെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നീട് ഡെൽറ്റ സ്കൂൾ CBSE സിലബസിലേക്ക് തന്നെ മാറി. സ്കൂളിൽ നിന്ന് തന്നെ ബുക്സ് കൊടുക്കാൻ തുടങ്ങി. അതുവരെയും നമുക്ക് NCERT സിലബസ് ആയിരുന്നു. അപ്പോൾ അത് ഈ ബുക്കൊന്നും ഇവിടെ കിട്ടൂല, അത് എറണാകുളത്ത് ഒരു സ്ഥലത്ത് തന്നെ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ എപ്പോഴും ഈ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ സ്കൂൾ കാലഘട്ടം ഒന്ന് കഴിഞ്ഞ് പിള്ളേരൊന്നും അങ്ങോട്ട് വലുതായാൽ മതി. പക്ഷേ ഇല്ലേ, വലുതായി കഴിഞ്ഞ് സ്കൂൾ കാലഘട്ടവും കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും അവസാനം റയൻ്റെ ക്ലാസ് എല്ലാം തീർന്ന് ഞാൻ സ്കൂളിൽ ലാസ്റ്റ് വിസിറ്റിങ്ങിന് പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇത്രയും കാലം ഈ കുട്ടികൾ സ്കൂളിൽ പഠിച്ചിട്ട് ഞാനിങ്ങനെ നഷ്ടബോധമല്ല, ഇതെങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്ന് വിചാരിച്ചിരുന്ന അന്ന് എനിക്ക് നഷ്ടബോധം തോന്നി. ഇത്രയും നാൾ ഞാൻ എൻജോയ് ചെയ്തില്ലല്ലേ ഈ കുട്ടികൾ സ്കൂളിൽ ഇത്രയും വർഷം പഠിച്ചിട്ട് എൻജോയ് ചെയ്തില്ലല്ലേ. 3 പിള്ളേരും ഡെൽറ്റയിൽ ഇത്രയും നാളും പഠിച്ചിട്ട് ഞാനത് എൻജോയ് ചെയ്തില്ലല്ലോ. എനിക്ക് മടുപ്പായിരുന്നു സത്യത്തിൽ അവിടെ പോയി വരിക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് എനിക്ക് ശരിക്കും സങ്കടം തോന്നിയത് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് ഇനി സ്കൂളിലേക്ക് കയറേ വേണ്ട എന്നുള്ള ആ ഒരു ദിവസത്തിലായിരുന്നു. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് സങ്കടം വരുന്നത്. കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ എന്തോരം സന്തോഷിക്കേണ്ട സമയമാണ്. ആ സമയത്തൊക്കെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒറ്റയ്ക്ക് ജീവിച്ച ആളായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവും കൂടി എല്ലാ കാര്യങ്ങൾക്കൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ അത്രയും ഒരു ടെൻഷൻ വരില്ല. ഇത് എനിക്കാണ് എല്ലാ ടെൻഷനും കൂടി ഉള്ളത്. അപ്പോൾ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ ഇങ്ങനെ കപ്പലിൽ നിന്നൊക്കെ വിളിക്കാനൊക്കെ ഒരുപാട് ലേറ്റ്, അതായത് 10-15 ദിവസം ഒന്നും വിളിക്കാതിരിക്കും, നമുക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനും പറ്റില്ല. അങ്ങനെയൊക്കെ ഞാൻ കുറേ ഇങ്ങനെ ടെൻഷനൊക്കെ ആയിട്ടുണ്ട്. വിളിക്കാൻ തുടങ്ങിയാൽ ചറവറാന്ന് പറഞ്ഞ് വിളിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, പപ്പയുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാൻ ഇത് കളരിക്ക് പുറത്തില്ലെങ്കിൽ ആശാനം നെഞ്ചത്തെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ അവസ്ഥ. ഇതിൻ്റെ നടുക്ക് പപ്പ ഒരിക്കലും നിൽക്കില്ല. വിളിച്ചാലങ്ങോട്ട് വിളിച്ച് വെറുപ്പിക്കും. വിളിച്ചില്ലെങ്കിൽ വിളിയേ ഇല്ല, നമ്മളിവിടെ ടെൻഷൻ അടിച്ച് നാശവും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ഓരോ ഇതിലൊന്നും ഞാൻ കൂടുതൽ എനിക്ക് ഈ ഒരു ടെൻഷനൊക്കെ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെയും എപ്പോഴും ഒരു സ്വസ്ഥതയില്ലാത്തൊരു ജീവിതമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ കുട്ടികളും ആ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾക്ക് വീണ്ടും സ്വസ്ഥത പോയി. അങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതൊരു ജോലിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. എങ്കിൽ തന്നെ ഈ വർഷത്തിലെ വെള്ളത്തിലേക്ക് ജോലി എന്ന് പറയുമ്പോൾ കൂടുതൽ റിസ്ക്കുള്ള ജോലികളാണ്. അപ്പോൾ അങ്ങനെ വിവാഹം കഴിച്ച് വന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഇപ്പോഴും ഈ മക്കളിലൂടെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻജോയ്മെൻ്റൊക്കെ കുറവായിരുന്നെന്ന് ഞാൻ പറയുന്നതാണ്. എല്ലാ കാലഘട്ടവും നമ്മൾക്ക് ടെൻഷൻ തന്നെയാണല്ലേ. കല്യാണം ആകണില്ലെന്നുള്ള ഒരു പരാതിയിൽ അങ്ങനെ നടന്ന് കല്യാണം ഒരു വിധത്തിലായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ലെന്നൊരു പരാതി ആയിരിക്കും. കുഞ്ഞുങ്ങളായി കഴിയാൻ നേരത്തെ എന്താണ്, കുഞ്ഞുങ്ങൾ വയറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് വന്നാൽ മതി അയ്യോ എന്ന് പറഞ്ഞിട്ടായിരിക്കും നടപ്പ്. അവസാനം പുറത്തേക്ക് വന്ന് ഞാനത് കുഞ്ഞുങ്ങളുടെ ഓട്ടവും ചാട്ടവും ഒക്കെ തുടങ്ങുമ്പോൾ വയറ്റിൽ കിടന്നപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ ഇതിൻ്റെ പിന്നാലെ ഓടി തളർന്നതെന്ന് നമ്മൾ പറയും. അത് കഴിഞ്ഞ് പിന്നെ സ്കൂൾ കാലഘട്ടം അങ്ങോട്ട് +2 10th കഴിയുമ്പോഴത്തേക്ക് ഇനി എന്ത് എന്നുള്ളൊരു ടെൻഷൻ ആ ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ളൊരു ടെൻഷൻ എങ്ങനെയാണ് ആ ഒരു കാലഘട്ടം. പിന്നീട് അവരുടെ വിവാഹം, ജോലി, പിന്നെ അങ്ങനെ എല്ലാം ഓരോ വിഷമതകൾ തന്നെയല്ലേ. ആലോചിച്ചൊരന്തവും കുന്തവും ഇല്ല. ഏതായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ, റിച്ചാർഡിനെ കൊണ്ട് തന്നെ പാല് മേടിക്കാനായിട്ടൊന്ന് ഓർഡർ ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ പാല് മാത്രമായിട്ട് നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ 30 രൂപ ഡെലിവറി ചാർജ് കൊടുക്കണം, സർവീസ് ചാർജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂട്ടത്തിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കും. അപ്പോൾ റിച്ചാർഡ് പിന്നെ എന്തൊക്കെയോ വേറെയൊക്കെ അനാവശ്യമായിട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡെലിവറി ബോയ് വന്നിട്ട് അവന് പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കുന്നതിന്
അത്രക്ക് മഴയാണിത്. വെള്ളി ശനിയാഴ്ച ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പേരും മഴയെന്ന് വെച്ചാൽ കോരി ചൊരിയണം മഴ, ഒരു തോർച്ചയില്ലാതെ ഞങ്ങൾക്കിവിടെ ശനിയാഴ്ച രാത്രി വരെ പെയ്ത് ഞായറാഴ്ചയാണ് വെയിൽ വന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഭയങ്കര, ഇത് വെള്ളിയാഴ്ച ദിവസമാണ്, ഭയങ്കര മഴയാണ്. അപ്പം ഞാനതിങ്ങനെ കണ്ട് നോക്കി നിന്ന് ഞാൻ പറഞ്ഞിടാ ആ ചെക്കൻ വീട്ടിലെന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവൻ ഈ പരിപാടിക്ക് വരില്ലായിരുന്നു. ഇപ്പം അവൻ ആ മഴയത്ത് എന്തോരം ഓർഡർ കൊടുക്കാനും പിടിക്കാനും ഒക്കെ പാഞ്ഞു പോകണം. ടൈം കളയാൻ പാടില്ല, 10 മിനിറ്റിനുള്ളിൽ എത്തിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റുകളും സ്റ്റാർ കിട്ടാതെ വരും, അവരുടെ ജോലി പോകും, അങ്ങനത്തെയൊക്കെയുള്ള കുറേ ടെൻഷനുകൾ ആ കുട്ടികൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനതും നോക്കി നിന്ന്. അപ്പോൾ റയൻ എന്നോട് എപ്പോഴും ഇങ്ങനെ പറയും, മമ്മി അങ്ങനെ ചുറ്റും നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ കാണേണ്ടി വരും, അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം പോകും നമ്മളുടെ ജീവിതമാണ് പോകുന്നത്, അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള വിഷമതകൾ എല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് കണ്ട് വിഷമിക്കരുത്, മനസ്സ് നല്ല സ്ട്രോങ് ആക്കി വെക്കണം, അല്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂല. പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ നോക്കി പോകുമല്ലേ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വിഷമിച്ചിരുന്ന കഥയാണ് ഈ പറയണത്. അപ്പോൾ ഈ ഒരു ടൈം പീസ് അടുത്ത പണിയാണ് കിട്ടിയത്. കാരണം എൻ്റെ കയ്യിലുള്ള ഇപ്പം നേരത്തെ കാണിച്ച ടൈം പീസ് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് എൻ്റെ സമയമൊന്നും കറക്റ്റ് ആകണില്ല. അങ്ങനെയൊക്കെ ചില സമയത്ത് കെട്ട് കിടക്കും, ഒന്നും ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ അവൻ എന്നോട് പറയാതെ മേടിച്ചൊരു ടൈം പീസാണിത്. ഇത് അതിനേലും ഗതികെട്ടൊരു ടൈം പീസായിരുന്നു. ഇതിന് എത്രയാണ് 700 രൂപയാ, എത്രയോ രൂപയുണ്ട്, വിലയുണ്ട് നല്ല. പക്ഷേ ഈ സംഭവം ഇത് ഇത്തിരി നേരം ഒന്ന് ഓടും, അത് കഴിയുമ്പോൾ ഇത് നിന്ന് പോണേണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ സമയം 5-6 മണിക്കൂറൊക്കെ വ്യത്യാസമൊക്കെ കാണിക്കുമ്പോഴാണ് ഇത് നിന്ന് കിടക്കണേന്ന് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ മിസ്റ്റേക്ക്, എൻ്റെ അലാമൊന്നും അടിക്കണില്ല, അങ്ങനത്തെയൊക്കെ ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ അത് റിട്ടേൺ പോളിസിയും ഇല്ല, റിട്ടേൺ കൊടുക്കാനും പറ്റൂല. അപ്പം മഴയാണെങ്കിൽ ഇങ്ങനെ കോരി ചെരിഞ്ഞുകൊണ്ടിരിക്കണേണേ. കുഞ്ഞപ്പോ എൻ്റെ ഫോണിൽ സ്റ്റാർട്ട് ചെയ്താ കുഞ്ഞപ്പ പോയി ഇല്ല എവിടെയാടാ അന്തപ്പൻ? എന്നെ കൊണ്ടണം. എവിടെയാണ് കുഞ്ഞപ്പൻ ഇരിക്കണത്? ഇവിടെ കൊച്ചു തണുക്കുന്നുണ്ടാവും ഇങ്ങനെ തക്കണ. കൊച്ചപ്പേ തണുപ്പുണ്ട്, ഇവിടെ കയറി ഇരിക്കണേണ് മമ്മിയുടെ അടുത്ത്. ഇല്ലുമ്മ തടയി കൊടുത്തപ്പോൾ സെറ്റാകണ. അപ്പം നമ്മുടെ റൂബി കുറേയധികം നേരമായിട്ട് അതിൻ്റെ അടിയിലിരിക്കണം. അപ്പോൾ അവൾ ഇറങ്ങിപ്പോകാൻ തുടങ്ങണേണ്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോകണമെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും. എങ്കിലും ഞാൻ വീഡിയോ കാണിച്ചു. കുറേ നേരമായിട്ട് ഇങ്ങനെ ചൂട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ എൻ്റെ കാൽച്ചുവട്ടിൽ ഇങ്ങനെ വന്നിരിക്കണേണ് കേട്ടോ. അപ്പോൾ അത് കുറേ വീഡിയോ എടുത്ത് അതിലൊരു വീഡിയോയെ മാത്രമാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇല്ലേ നമുക്ക് കറിക്കൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ പറഞ്ഞ് ഏതായാലും കമാലക്കടവിലൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് കമാലക്കടവിൽ പോയി നോക്കിയിട്ട് ഇത് ചാകാത്ത മീനാണ് കേട്ടോ എല്ലാം. 2-3 എണ്ണമൊക്കെയാണ്, ചെറുതൊക്കെയാണ് ചത്തേക്കണം. ഇതൊക്കെ ഒന്നും ഈ നച്ചൊക്കെയൊന്നും ചത്തിട്ടില്ല. ആ വലിയ മീൻ, അതിനൊക്കെ പേര് പോലും എനിക്കറിയില്ല. പിന്നെ എന്താണ് ഇത് ഉറത്തല്ല, അങ്ങനെയൊക്കെയാണ് ഈ മീനെ പറഞ്ഞത്. ഏതായാലും പൊടി മീനാണ് കിട്ടിയേക്കണത്, മിക്സഡ്. ഈ വലക്കാരി ഇങ്ങനെ വലയിൽ പല മീനും വരും, അപ്പോൾ അത് എല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. സംഭവം എനിക്ക് ഇങ്ങനത്തെ മീനുകൾ എനിക്കിഷ്ടമല്ല. എനിക്ക് പരിചയമുള്ള മീനുകളെ ഞാൻ കഴിക്കുള്ളൂ. ഈ ചാളയില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് എനിക്ക് പരിചയം. ഇതൊക്കെ എനിക്ക് അറിയില്ലാത്ത മീനുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അറപ്പാണ് കഴിക്കാനായിട്ട് സത്യത്തിൽ. എങ്കിലും പപ്പ ഇതാണ് കൊണ്ടുവന്നത്. അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വലിയ മീനില്ലേ അത് അതിൻ്റെ ചെറുതുമുണ്ട്, അത് വറുത്താൽ മതി എന്നാണ് മീൻ തന്ന ആളുകൾ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അത് വറുക്കണം, അതൊന്ന് പിടിച്ചിട്ട് പോലും കിട്ടണമല്ലോ, അത് തെന്നിപ്പോണാണ് ഇപ്പോൾ ഞാൻ എടുക്കണം മീൻ. അപ്പോൾ അതേ മീനെല്ലാം വെട്ടി ഒരു കണക്കിന് കൊണ്ടുവന്ന് വറുക്കാനുള്ള ആ മീനും വരഞ്ഞു വെച്ച് ഒരു തരത്തിലാണ് വെട്ടിയെടുത്തത്. അപ്പോൾ പിന്നെ ഞാനേതായാലും മീനിൻ്റെ ഇതൊക്കെ മേത്ത് ഒക്കെ ആയതുകൊണ്ട് ഞാനിന്ന് പോയി മേലൊഴുകി വന്നിട്ടാണ് അടുത്ത പാചകത്തിന് നിന്നത് കേട്ടോ. എനിക്ക് ആകെ നനഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴില്ലേ നമ്മളുടെ ഉടുപ്പൊക്കെ നനഞ്ഞ്, മീൻ വെട്ടി കഴുകിയൊക്കെ പുറത്ത് വെച്ചിട്ടാണ് ചെയ്തതല്ല. അപ്പോൾ തേക്കാനൊക്കെ ഉണ്ടായിരുന്നില്ല, മീൻ തേച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആകെപ്പാടെ മെനക്കേടായി. അപ്പോൾ ഈ തണുപ്പെന്ന് പറയുമ്പോൾ ഇല്ലേ മഴ തണുപ്പ്, ഇതിൽ നമ്മൾ ഒരിക്കലും നനഞ്ഞ ഉടുപ്പുകൾ ഇട്ട് നിൽക്കരുത്. എപ്പോഴും നമ്മൾ പണി ചെയ്യണ സമയത്ത് അതൊക്കെ പപ്പയുടെ അമ്മ പണ്ടേ എന്നോട് പറയണ കാര്യങ്ങളാണ്. പണിയൊക്കെ ചെയ്ത് ഉടുപ്പൊക്കെ ഇത്തിരി നനവുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടുപ്പ് മാറ്റി ഉണങ്ങിയ ഉടുപ്പ് ഇട്ടോളണം, അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും മഴക്കാലത്ത്. അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നൊക്കെ എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ ഇതും പറഞ്ഞാണ് ഇപ്പോൾ പപ്പയുടെ പിന്നാലെ ഞാൻ വഴക്കും പറഞ്ഞ് നടക്കണം. കാരണം മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയാൽ പപ്പ പിന്നെ ഉടനെ ഇറങ്ങണേണ് പുറത്തേക്ക്. ഈ മഴ വെള്ളത്തിൽ കൂടി തന്നെയും അതങ്ങടെ ആ ചവറും അഴുക്കുമൊക്കെ ഫ്രണ്ടിൽ വന്ന് വീഴണ ഇലകളും എല്ലാം കഴുകിക്കളയാനൊക്കെ എളുപ്പമാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇറങ്ങുന്നത്. പക്ഷേ അപ്പോൾ
പുള്ളിയുടെ ഡ്രസ്സൊക്കെ കുറേ തന്നെ കൊടയൊക്കെ പിടിച്ചിറങ്ങണം. ഇവിടെ റെയിൻകോട്ടുണ്ട്, റെയിൻകോട്ടൊന്നും ഇടില്ല, കൊടയൊക്കെ പിടിച്ചിറങ്ങും. എത്ര പപ്പനോട് പറഞ്ഞാലും കേൾക്കൂല. എന്നിട്ട് ആ നനഞ്ഞ ഡ്രസ്സ് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കും. അത് പറഞ്ഞ് ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞു പപ്പട അമ്മ തന്നെയാണ് എന്നെ ഇത് പഠിപ്പിച്ച് വന്നേക്കണം. അപ്പോൾ പപ്പട സ്വന്തം അമ്മയിട്ട് പോലും പപ്പ അത് അനുസരിക്കണില്ലല്ല, ഞാനാണല്ല അത് സ്വീകരിച്ചത്. അമ്മ പറയണ കാര്യങ്ങൾ എപ്പോഴും അത് ഫോളോ ചെയ്യുന്നതും നിങ്ങളോട് വഴക്ക് പറഞ്ഞ് അത് ചെയ്യിക്കുന്നത് ഞാനാണല്ല എന്നൊക്കെ പറയൂ കേട്ടോ. സ്വന്തം അമ്മ പറയണ കാര്യങ്ങളും മക്കൾ കേൾക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പപ്പക്ക് പപ്പയുടേതായ ചിന്തകളും പപ്പയുടേതായ കാര്യങ്ങളും ഒക്കെ അങ്ങനെ അങ്ങോട്ട് പോകും. നമ്മൾ പറയണതിനൊന്നും വലിയ ഇതൊന്നുമില്ല, സൈലൻ്റായിട്ട് കേട്ടിരിക്കും. അല്ലാതെ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് അതൊന്നും മാറ്റാനൊന്നും പോകണമെന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എപ്പോഴും നനഞ്ഞ ഉടുപ്പൊക്കെയാണ് ഉടുത്തിട്ടൊക്കെ നടക്കണത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ റിച്ചാർഡ് ആ ക്ലോക്ക് മേടിച്ചപ്പോഴത്തേക്കും പുറത്തോട്ടിറങ്ങിയപ്പോൾ അവൻ കുളിച്ചിട്ട് നിൽക്കണമായിരുന്നു. പെട്ടെന്ന് നനയും, എന്തായാലും കാറ്റടിച്ച് നനയും. അപ്പം തന്നെ ഞാൻ പറഞ്ഞു മാറ്റിക്കോ, ഡ്രസ്സ് മാറ്റിക്കോ, എന്നിട്ട് വേറെ എടുത്തിട്ടിട്ട് നല്ല ഉണങ്ങിയ ഡ്രസ്സ് ഇട്ട് നിൽക്കുക, ഒരിക്കലും നനവോട് കൂടി വീട്ടിൽ നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവനപ്പം തന്നെ മാറ്റിയിട്ടാണ്. അവൻ മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് നിന്നത്. അപ്പം അങ്ങനെ മഴക്കാലത്ത് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പം ഞാനിത് മീൻകറിയും ഉണ്ടാക്കി ഇത് വറുക്കുകയും ചെയ്ത് റോജറിനൊക്കെ കൊടുത്തിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇതെന്ത് മീനാണ് മമ്മി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവന്, എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ചാളയിലൊക്കെ തന്നെ വേണം, എന്നാലേ ഒരു സമാധാനത്തിനും കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ വില കൂടിയ മീനുകളൊക്കെ ഇഷ്ടമുള്ള മീനൊക്കെ ഉണ്ട് കേട്ടോ. നെയ്മീനാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മീൻ, നെയ്മീനാണ്. പക്ഷെ അതൊക്കെ നമുക്ക് എപ്പോഴൊന്നും മേടിക്കാനൊന്നും പറ്റില്ല, ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പെരുന്നാൾ സമയത്ത്, ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയൊക്കെ വരണമെങ്കിലൊക്കെ ഒന്ന് നോക്കും. ആ സമയത്താണെങ്കിൽ അതിന് ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. അല്ലാതെങ്കിൽ നമ്മൾ ഈ ചാളയില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ എപ്പോഴും മേടിക്കുന്നത്. പിന്നെ നല്ല മീനുകളൊക്കെ മേടിക്കുന്നത് മീനിനോട് അത്രയും താല്പര്യം ഉണ്ടെങ്കിലാണ്. ഇത് അങ്ങനെ വലിയ താല്പര്യം മീനിനോടില്ല, അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പൈസ കളയാൻ തോന്നില്ല, അത്ര താല്പര്യമില്ലാത്ത വിഷയം ഇതുകൊണ്ട്. അപ്പോൾ ഇനി തലപ്പാലും കൂടി ഒഴിച്ചിട്ടും കൂടി ഇറക്കണേണ്ട് കേട്ടോ, പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കറി ഉണ്ടായിരുന്നത്. ഇത് സൺഡേ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം, കാരണം ആർക്കും തന്നെ വേണ്ടായിരുന്നു. പപ്പ മാത്രമാണ് കൂടുതൽ കഴിച്ചിട്ടുണ്ടാകുന്നത്. പിന്നെ റൂബിയുടെ ചിക്കനും കൂടി അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. റൂബിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടുപ്പാണ് ഭക്ഷണം കഴിക്കാനായിട്ട്, പുറകെ കൊണ്ട് നടക്കണം. അപ്പോൾ ഇത് വേവിച്ചിട്ട് ഞാൻ പകുതി ഫ്രിഡ്ജിൽ രാത്രി എടുത്ത് വെക്കും, പകുതി ഇപ്പോൾ കൊടുക്കും. അങ്ങനെ ആ പകുതി എടുത്ത് വെച്ചത് തൊട്ടതേ ഇല്ല, പിന്നെ അതും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വന്നു. അങ്ങനെ ഇന്ന് വേവിച്ച ചിക്കൻ ആൾ തൊട്ടതേ ഇല്ലെന്ന് വേണം പറയാൻ. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ആൾക്കൊരു മടുപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ചിക്കൻ എടുത്ത് വെച്ചിട്ട് രാത്രി ആയപ്പോഴത്തേക്കും മുട്ട എടുത്ത് ബോയിൽ ചെയ്ത് കൊടുത്ത്, അപ്പോൾ അത് വേഗം കഴിച്ച്, അങ്ങനെ അത് മാത്രമാണ് ഇന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് മുകളിലേക്ക് പോയതാണ് കേട്ടോ. മുകളിൽ കുറച്ച് ഒതുക്കാനും പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ, അതിമനോഹരമായ കാഴ്ചയാണ് ഈ മഴ പെയ്യുമ്പോൾ. വെറുതെ ഇത് കൊടൈക്കനാൽ നിൽക്കണ, മൂന്നാർ നിൽക്കണ എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നും. അങ്ങനത്തെ കോടമഞ്ഞ് പോലെ തോന്നും ഈ മഴ ഇങ്ങനെ ആർത്തലച്ച് പെയ്യുമ്പോൾ. ഒരു വെള്ള കളറിൽ അങ്ങനെ പോക്ക പോലെ നിൽക്കണതാണ്, അത് മഴയാണ്. അപ്പോൾ അതങ്ങനെ ഞാനിവിടെ നിന്നിട്ട് റോജൻ്റെ അടുത്ത് പറഞ്ഞിടാ, ഈ മൂന്നാറൊക്കെ പോയിട്ട് ഒക്കെ നിൽക്കുന്ന പോലെ തോന്നണേണ് ഇവിടെ നിന്നിട്ട്. അത്രയും ഇങ്ങനെ മഞ്ഞ് പോലെ നിൽക്കണേണ് ഈ മഴ അങ്ങോട്ട് ആർത്തലച്ച് പെയ്തിട്ട്. അപ്പോൾ വെള്ളം ഒഴുകണത് കണ്ട, മോളിൽ നിന്നൊക്കെ പിന്നെ വെള്ളമൊണി ഒഴുകി താഴോട്ട് പോകണം, അത്ര ഹെവി റെയിനാണ്. അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് ആ കാഴ്ചയും കണ്ട് അങ്ങനെ അന്നത്തെ ദിവസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചായയും ഇട്ട് തീർത്ത്. ചില ആളുകളൊക്കെ പറയണിട്ടുണ്ട്, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കാലം വന്നപ്പോഴത്തേക്കും ഞങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ ചുരുക്കം ചില ആളുകൾ സന്തോഷ സമയത്തും ആളുകളെ ചേർത്ത് പിടിച്ചിട്ട് ദുഃഖ സമയത്ത് പായൽ പോലെ അകന്നു പോകുന്ന ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അത് ഒരു എങ്കിലും ഭൂരിഭാഗം ആളുകൾ സന്തോഷം എന്ന് പറയുമ്പോൾ അതൊരു സ്വകാര്യമായിട്ട് ആഘോഷിക്കുന്ന, എൻജോയ് ചെയ്യുന്ന ആ ഒരു സ്വഭാവ രീതിയായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ സന്തോഷത്തിൽ മറ്റുള്ളവർ ചേർത്ത് പിടിക്കാത്ത ആളുകൾ ദുഃഖത്തിൽ ഞങ്ങളോട് കൂടി അവർ നിന്നില്ല എന്ന് പറയുന്നത് അത്ര ഒരു, നമ്മളെപ്പോഴും ചിന്തിച്ച് നോക്കണം. സന്തോഷത്തിൽ നമ്മളവരെ വിളിച്ചിട്ടുണ്ടാ, അങ്ങനെ അവരെ പങ്കെടുപ്പിച്ചിട്ടുണ്ടാ, ഇല്ലെന്നുണ്ടെങ്കിൽ ദുഃഖത്തിൽ അവർ ചേർന്നില്ല എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് എന്നുള്ളതും കൂടി ചിന്തിച്ച് നോക്കണം. എല്ലാവരുടെയും കാര്യമില്ല, ചില ആളുകൾ അങ്ങനെയുണ്ട്, ദുഃഖത്തിൽ മാത്രം അവർ ഞങ്ങൾക്ക് ദുഃഖത്തിൽ ഞങ്ങളുടെ ഒപ്പം നിന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ സന്തോഷത്തിൽ
അവരെ ഒപ്പം കൂട്ടിയിരുന്നോ എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കുക. എല്ലാവരുടെ കാര്യമില്ല, ഭൂരിഭാഗം ആളുകളും സന്തോഷത്തിലും കൂട്ടി നിർത്തിയിട്ട് ദുഃഖം എന്തെങ്കിലും ഒരു പണിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം പുറകോട്ട് വരികയാണ് ബന്ധുക്കളും നമുക്കുണ്ട്, ഒരുപാട് അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അത്രയും നാൾ സന്തോഷത്തിൽ നമ്മുടെ ഒപ്പം കൂടി അങ്ങനെ നീക്കുക, എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അപ്പം തന്നെ പിൻവലിയും അല്ലേ, അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കേട്ടോ ശനിയാഴ്ച. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഇഡലിക്ക് ഇത്തിരി ബാറ്റർ വളരെ കുറച്ച് മാത്രം കേട്ടോ, 2 സെറ്റ് ഇഡലി മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഇഡലി പ്രേമി ഞാൻ മാത്രമാണ്, റയൻ ഉണ്ടെങ്കിൽ റയനും കഴിക്കും, റോജർ പിന്നെ അത്യാവശ്യം കഴിക്കും. റിച്ചാഡിന് പപ്പക്കൊന്നും ഇത് ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ. ഇന്നലെ നൂഡിൽസ് കഴിച്ച്, ഇത് ഇഡലി വെച്ച ദിവസം അവൻ ഇഡലി വേണ്ട നൂഡിൽസ് മതി എന്നാണ് പറഞ്ഞത്, കഴിക്കാൻ തോന്നണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻഡോമിയുടെ നൂഡിൽസ് ഒരു വലിയ പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരോ പാക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഇന്നലെ കൊടുത്ത്, ഇന്നിപ്പോൾ ശനിയാഴ്ചയും അത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കഴിക്കുമായിരിക്കുമെന്ന്, പക്ഷേ കഴിച്ചില്ല. അങ്ങനെ 2 ദിവസം അടുപ്പിച്ച് ഇപ്പം നൂഡിൽസ് കഴിച്ചിട്ടുണ്ട്. എന്തോ അവന് അത് കഴിക്കാനാണ് തോന്നണതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഏതായാലും ഞാൻ ഇഡലിയും ഒരു ചട്നിയും മാത്രം ഉണ്ടാക്കി കേട്ടോ. പിന്നെ ചട്നിക്കാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചട്നി ഇട്ടിട്ട് ഒട്ടും എരിവില്ലെന്നേ പച്ചമുളകിന്. കഴിഞ്ഞ തവണ മേടിച്ച പച്ചമുളകിന് എരിവില്ല. അപ്പോൾ അപ്പോഴത്തെ ഞാൻ പറഞ്ഞു എരിവുള്ള പച്ചമുളക് ഇത്തവണ മേടിക്കണമെന്ന് പറഞ്ഞിട്ടും ഇത്തവണയും പപ്പ അങ്ങനെയൊക്കെ അവിടെ പറഞ്ഞെങ്കിലും കിട്ടിയത് പച്ചമുളക് എരിവില്ല. അപ്പോൾ പിന്നെ ഇത്തിരി മുളക് പൊടിയും കൂടി, എരിവുള്ള മുളക് പൊടി തളിച്ചിട്ടുണ്ട് വന്ന്, അതാണ് അങ്ങനെ ഇട്ടത് കേട്ടോ. അപ്പോൾ ആ പച്ചമുളക് ഇട്ട് വെള്ള ചമ്മന്തി ഇറക്കണതാണ് ഇവിടെ ഇഷ്ടം, പക്ഷേ സംഭവം എരിവില്ല. അങ്ങനെ അപ്പോൾ ഇഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡോമിയുടെ നൂഡിൽസ്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഇഡലിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആളിന് വേണ്ട, എനിക്കിത് ഒരെണ്ണം ഉണ്ടാക്കി തന്നാൽ മതി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും കുറച്ച് പേരിങ്ങനെ എൻ്റെ അടുത്ത് കമൻസിൽ ചോദിക്കാറുണ്ട് നൂഡിൽസ് നല്ലതാണെന്ന്. നൂഡിൽസ് ആണ് കൂടുതലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ നൂഡിൽസ് ഒരുപാട് കഴിക്കാറുണ്ട്. നമ്മൾക്കാണ് ഇവിടെ ഇങ്ങനെ നൂഡിൽസ് കഴിക്കുമ്പോൾ ഒരു പേടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് മേക്കറിൻ്റെ എന്തോ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല, അതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടിയും കൊടുക്കാറില്ല. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഏതായാലും മീൻകറി ആർക്കും തന്നെ വേണ്ട എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് റോജർ എന്തായാലും ഇനിയിപ്പോൾ ആ മീൻകറിയും കൂട്ടി കഴിക്കൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു ചിക്കൻ മതി. ചിക്കൻ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ചിക്കനാണെന്നേ, അതുകൊണ്ട് പൊടി കഷ്ണമാണ്. അത് പുള്ളി തന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ചിക്കനാണ്, 2 ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം വലിയ ചിക്കൻ വരുള്ളൂ. പക്ഷെ നമുക്ക് അത് അത്യാവശ്യം ചെയ്തുകൊണ്ട് ഇത് റൂബിക്ക് കൊടുക്കണമല്ലോ, അപ്പോൾ അത് വേണം, ഇല്ലാതെ പറ്റില്ല. പിന്നെ നമ്മൾ ആ ബർഗർ ഉണ്ടാക്കാനായിട്ടുള്ള സെറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ച ആ ചിക്കൻ്റെ ബാക്കി വെച്ചാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ മന്തിയുടെ ആ ഒരു മസാലയൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. മന്തിക്ക് മറ്റേ ഞാൻ അൽഫാം മന്തിയല്ല, സാധാരണ പൊടികൾ മാത്രം എടുത്തിട്ടുള്ള മന്തിയാണ് കേട്ടോ. അപ്പോൾ ഗരം മസാല, എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, ഗരം മസാല, ഇത്രയും സാധനം മാത്രം, ഇത്തിരി കുരുമുളക് പൊടി, ഇത്രയും മാത്രമാണ് കേട്ടോ ഇട്ടത്. എന്നിട്ട് ഇത്തിരി ഓയിലും കൂടി ഒഴിച്ചിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ഹാഫ് ബോയിൽ ആക്കി എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിനകത്തേക്ക് ഇപ്പം നമ്മൾ റൈസും കൂടി അങ്ങനെ എടുത്തിടും. റൈസ് അവിടെ കഴുകി ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ട്, ആ റൈസും കൂടി ഇട്ടിട്ടുണ്ട്. അതവിടെ കിടന്ന് വറ്റുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് വറുത്ത് അതിൻ്റെ കുറച്ച് എണ്ണയും എല്ലാം കൂടി ചേർത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് ഒരു കോളും കൂടി കത്തിച്ച് വെച്ചാൽ വേഗം പണി തീരും. അപ്പോൾ ഞാനിത് സവാളയൊക്കെ വേണ്ടാത്ത, സവാളയൊന്നും വഴറ്റാനോ പിടിക്കാനോ കട്ട് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട, അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു പെട്ടെന്ന് ചെയ്യാമല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പം ഞാൻ ഈ ചിക്കൻ ബിരിയാണി, ചിക്കൻ മന്തിയൊക്കെ ഇങ്ങനെ വെക്കണ ഇത് കാണുമ്പോൾ ചിലരെങ്കിലും കമൻസിൽ ചോദിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ കറി വെക്കൂലെന്ന്. ചിക്കൻ കറി വെക്കാറില്ല, ചിക്കൻ കറി വെച്ചാൽ കഴിക്കൂല. എന്നെ സംബന്ധിച്ച് ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വറുത്തിട്ടൊരു കറി വെക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട്. പക്ഷേ ഇവിടെ ആർക്കും വേണ്ട, ആർക്കും ഇഷ്ടമല്ല അങ്ങനത്തെ കറികൾ, അതുകൊണ്ട് ഞാനും വെക്കൂല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കറികൾ കഴിക്കാനായിട്ട്, ഈ ഉരുളക്കിഴങ്ങൊക്കെ വറുത്തിട്ടൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ അത് പറ്റൂല. അപ്പോഴാണ് നമ്മളിതുപോലെയുള്ള ഈ 1 പോട്ട് മീൽ വെക്കുന്നത് കേട്ടോ. ഈ ബിരിയാണി, മന്തി പോലത്തെ 1 പോട്ട് മീലുകൾ വെക്കണ കാര്യം അതാണ്. കാരണം ഇവർക്ക് അങ്ങനെ ഇപ്പോൾ ചില്ലി ചിക്കനൊക്കെ പണ്ട് എപ്പോഴും വെച്ചോണ്ടിരുന്ന വെച്ചൊരു സാധനം ഉണ്ടാകും. അത് നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുൻപൊക്കെയാണ് ചില്ലി ചിക്കൻ്റെ പ്രേമം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടമായിട്ട് അതും ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ല, പുലാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതും കൂടിയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കുമായിരുന്നു. പക്ഷേ അത് അവർക്ക് ഇനി വേണ്ട, റോജറൊന്നും ചില്ലി ചിക്കൻ തൊട പോലും ഇല്ല ഇപ്പം. അപ്പോൾ അങ്ങനെയൊക്കെ എപ്പോഴും
പണ്ട് മുതലേ ഇവർക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ സ്കൂളിൽ പഠിക്കുന്ന അതായത് റിച്ചാർഡ് ഇത് പ്ലേ ക്ലാസ് മുതൽ എല്ലാവരും പ്ലേ ക്ലാസ് മുതലാണ് ഡെൽറ്റയിൽ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഈ പ്ലേ ക്ലാസ് മുതലേ ഭയങ്കര വെറൈറ്റി ഫുഡ് ലഞ്ചിന് ഞാൻ കൊടുത്തു വിടുമായിരുന്നു. അവർക്ക് ഉച്ചവരെ ക്ലാസ്സുള്ളൂ. അപ്പോൾ അങ്ങനെ ചോറല്ല, എന്തെങ്കിലും സ്നാക്സാണ് എല്ലാവരും കൊടുത്തുവിടുന്നത്, പലഹാരങ്ങൾ. അപ്പോൾ ഭൂരിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 99% കുട്ടികളും കൊണ്ടുവരുന്നത് ദോശ, ഇഡലി അങ്ങനെയുള്ള നല്ല ഹെൽത്തി ഫുഡുകളായിരിക്കും. അത് ഇവർ ചെറുപ്പം മുതലേ ഇവർക്ക് വേണ്ടാത്തത് കൊണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഇത്തിരി ക്രിയേറ്റിവിറ്റി കൂടുതലാണല്ലോ. എനിക്ക് ഈ നമ്മുടെ ബേക്കറി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനും അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ബർഗർ, പിസ്സയൊക്കെ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഇവർ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും ഇവരുടെ ലഞ്ച് ബോക്സ് തുറന്ന് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലഞ്ച് ബോക്സോടുകൂടി പിള്ളേർ തട്ടിയെടുത്ത് അത് കഴിച്ചിട്ട് ലഞ്ച് ബോക്സ് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ആ കഴിച്ചോട്ടെ, ആ ബോക്സ് തന്നെച്ചെങ്കിൽ അത് ഇപ്പോൾ വേറെ പൈസ കൊടുത്ത് നമ്മൾ മേടിക്കണ്ടേ. കാരണം അവർക്ക് പേടിയായിട്ട് ആരാ എടുത്തതെന്നറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ വെറൈറ്റി കൊടുത്ത് ഞാൻ തന്നെയാണ് ഇവരെ ചീത്തയ്ക്കെന്ന് വേണം പറയാനെന്ന് ചില സമയത്ത് എനിക്ക് തോന്നും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അത് എത്രത്തോളം ഹെൽത്തിയാണ് അല്ല എന്നുള്ളതും എനിക്ക് ചിന്തിക്കാൻ പറ്റൂല. കാരണം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും തിന്നൂല, അതാണ് സത്യം. ഇപ്പോഴേ ഈ കാണുന്ന സീൻ കണ്ട, ഞാനിപ്പോൾ ചിക്കൻ മന്തി വെച്ച് അതവന് വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ തന്നെ എനിക്ക് വെജിറ്റബിൾ മതിയെന്ന്, വെജിറ്റബിൾ എന്ന് പറഞ്ഞിട്ട് ഗോബി മഞ്ചൂരിയനാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ചിക്കൻ എനിക്കിനി കഴിക്കാൻ പറ്റില്ല. ഇന്നലെ അതായത് തലേ ദിവസം ചിക്കൻ മന്തി കഴിച്ചിട്ടുണ്ട് പുറത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് അവന് ചിക്കൻ ഇനി കഴിക്കാനേ പറ്റില്ലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ ഗോബി മഞ്ചൂരിയനാണ് ഓർഡർ ചെയ്തേക്കുന്നത്. എന്നിട്ട് അതാണിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫ്രൈസൊക്കെ ഇട്ടാണ് കഴിക്കണത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയണത്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ പപ്പയ്ക്ക് ഒരു മുട്ടയും കൂടി ഒന്ന് പൊരിച്ചതാണ്. കാരണം തലേ ദിവസത്തെ കറിയുടെ കൂട്ടത്തിൽ ഒരു പുതിയ എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മുട്ടയും കൂടി പൊരിച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ ആ നേരമായപ്പോഴത്തേക്കും റോജർ താഴേക്ക് വന്നിട്ടാണ്. അപ്പോൾ ഞാനവിടെ ഒരു കുക്കുംബർ പീൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ പാത്രത്തിൽ വെച്ച് തന്നെ കട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അതും തക്കാളിയൊക്കെ ഒന്ന് സൈഡിൽ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അത് കട്ട് ചെയ്ത് അവൻ തന്നിട്ടുണ്ട്. ഞാൻ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് അതും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം പെറുക്കി മാറ്റിയിട്ട് വേണം അതിനകത്ത് ആ ഒരു നാരങ്ങ, പിന്നെ നമ്മൾ കോള് വെച്ചില്ലേ, പിന്നെ പച്ചമുളക് വെച്ചില്ലേ, അതെല്ലാം പെറുക്കി മാറ്റിയിട്ട് വേണം. പിന്നെ നമുക്ക് റൈസ് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഒരുവിധം റൈസിൻ്റെ അകത്തേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണത് മിക്സ് ചെയ്യണത്. എന്നിട്ടാണ് നമ്മൾ കോളൊക്കെ വെച്ചത്. അപ്പോൾ ആ റൈസിൻ്റെ അകത്ത് ആ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ റൈസ് കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ മന്തിയിലൊക്കെ നല്ല എണ്ണ ഉണ്ടാവും. അത്ര എണ്ണ ഏതായാലും ഇതിലുണ്ടാവില്ല, നമ്മൾ അത്ര ഇടൂല. ചില മന്തിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കയ്യിലിങ്ങനെ എണ്ണ ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ അത്ര എണ്ണയൊക്കെ ഇട്ടിട്ടാണ് ഒരു സ്ഥലത്ത് മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ അത്യാവശ്യം എണ്ണയെ ഒഴിക്കുള്ളൂ, ഒരുപാട് ഒഴിക്കില്ല അതിനകത്ത് നിന്ന് ഫ്രൈ ചെയ്തെണ്ണ. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ചിക്കൻ പീസൊക്കെ ആവശ്യമില്ലാത്തത് നമ്മൾ മാറ്റി അടുത്ത ഇനി രാത്രി കഴിക്കുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു ഓവൽ പ്ലേറ്റ് ആയതുകൊണ്ട് ഞാനങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കണേണ്. ഞാൻ പറഞ്ഞില്ലേ സൺഡേ മാത്രമാണ് ഇവിടെ തെളിവ് വന്നത്, അതുവരെയും തകർത്ത മഴ തന്നെയാണ്. അങ്ങനെ ഞാൻ ഇത്തിരി അറബിക് സാലഡും മയണൈസൊക്കെ ആക്കിയിട്ട് റെഡിയാക്കി കൊടുത്തിട്ടാ. അപ്പോൾ ഇനി ചായയൊക്കെ ഇട്ട് വൈകുന്നേരത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് രാത്രി കിടക്കാൻ പോണതിന് മുൻപായിട്ട് അരി ഇത്തിരി വെള്ളത്തിലിട്ട് പിറ്റേ ദിവസത്തേക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത്തിരി കടലയും വെള്ളത്തിലിട്ടിട്ടുണ്ട് അടുത്ത ദിവസത്തേക്ക്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ്. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.